ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? രാവിലെ തന്നെ തുടങ്ങി പണി. എന്താ പനിയാ? എന്നാലും നമ്മുടെ കൂട്ടുകാരൻ്റെ അച്ഛൻ വന്ന് പറഞ്ഞ് ഭയങ്കര പൊടി, ഭയങ്കര തുമ്മലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്താണ് ഈ സീലിംഗ് ഒന്ന് ചെയ്യണമെന്ന്. അപ്പോൾ പഴയ സീലിംഗാണ്, പഴയ സീലിംഗ് അവിടെ കിടപ്പുണ്ട്. ഞാനിപ്പോൾ കാണിച്ചിട്ട് ഇതാണ് കണ്ട സീലിംഗ് എല്ലാം നമ്മൾ പൊളിച്ച് അവിടെ കൂട്ടുകാരൻ്റെ അച്ഛൻ താമസിക്കുന്നത്. ഭയങ്കര പൊടിശല്യം എന്ന് പറയും. അതുപോലെ എലി, പൂച്ച അതൊക്കെ. അങ്ങനെ നമ്മുടെ പ്രധാനാശൻ സാധനമായിട്ട് വന്നിട്ടുണ്ട്. ഡ്രൈവർ കലേഷ്. അങ്ങനെ ഞങ്ങൾ PVC ഷീലിങ്ങുമായിട്ട് നമ്മുടെ കൈക്കാരൻ്റെ വീട്ടിലേക്ക് അങ്ങ് പോവുകയാണ്. എൻ്റെ പച്ചാപാര ഇത് കാട് എന്താ ഫ്രണ്ട് നിൽക്കുന്നതും ബാക്ക് നിൽക്കുന്നതും ഞങ്ങളുടെ ഷോറൂമിലിരിക്കുന്ന സാധനമാണ് നമ്മുടെ ആശാന്റെ തലയിലിരിക്കുന്നത്. അത് PVC വളയാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രത്യേകം രൂപകൽപ്പനയെടുത്ത് ഞങ്ങളുടെ ആശാൻ്റെ പറയുമല്ല എന്താ കാര്യങ്ങൾ നമ്മുടെ ആശാൻ്റെ നമ്മുടെ കഴിക്കാൻ വെച്ച പിന്നെ വണ്ണവും മേടിച്ചിട്ട് വരുന്നതാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ജിബു കൈക്കാരൻ്റെ ഇടവഴിയിലൂടെ നടന്ന് പോവുകയാണ്. എന്തൊക്കെ ആയാലും ഇത് സീലിംഗ് വേണ്ടി തീർത്തിട്ട് ബാക്കി കാര്യമുള്ളതെന്ന് പറയുന്നത്. ആശാൻ ഭയങ്കര സെറ്റപ്പാണ്. ആശാൻ പ്രതാപാശാൻ ആശാനാണ് ഇതിൻ്റെ മെയിൻ ആൾ. ഞങ്ങളുടെ പണിയെല്ലാം പിടിക്കുന്ന ആശാനാണ്. ഞങ്ങൾ പോയി ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഇവിടെ കൈക്കാരൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. 5 വർഷമായി കൈക്കാരൻ ഗൾഫിൽ പോയിട്ട്. 5 വർഷം കഴിഞ്ഞു, ഇതുവരെ നാട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. അപ്പോൾ ഓണത്തിന് വരുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞ് നമ്മുടെ കൈക്കാരൻ്റെ അച്ഛൻ പറഞ്ഞ് ആ സീലിംഗ് അങ്ങോട്ട് സെറ്റ് ചെയ്യാക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സെറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ ബൈ, ഫുൾ വീഡിയോ പിന്നെ കാണാം. ജോലിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും BJP കൈക്കാരൻ ഞങ്ങൾക്ക് ചെലവിന് വേണ്ടി ഒരു 2000 കിലോ അയച്ചു തരാൻ വയ്യേ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. കാണുന്നുണ്ടെങ്കിൽ കൈക്കാരൻ്റെ വീടാ. കൈക്കാരൻ മറന്നുപോയി കാണും ഈ വീട്. എടാ പനി അടിച്ചിരിക്കുക, സൗണ്ടൊക്കെ പോയി. എന്നാലും നമ്മൾ പണി തുടങ്ങുക. അപ്പോൾ നമുക്ക് കാണാം. ഇത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ കൈക്കാരൻ ഇത് കണ്ടിട്ട് ഞങ്ങളുടെ ചാനലിൽ കയറി ഒരു സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൈക്കാരൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഈ വീടിൻ്റെ പ്ലാൻ തന്നെ മാറിപ്പോകും. ബൈ. പെണ്ണിയുടെ വീടിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. BJP ഗൾഫിൽ നിന്ന് വരുന്നത് കാണിച്ച് വീടെല്ലാം വൃത്തിയാക്കിയിരിക്കുകയാണ്. നമ്മുടെ വർക്കുകൾ അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൈകാരൻ്റെ സംഭാവന ഉപഹാരമായിട്ട് മുപ്പടിക്ക് അയച്ചു കൊടുക്കണം. 10 പഠിക്കാൻ ചിലവായ വർക്കാണ്. അതിന് പഠിക്ക് സഹായങ്ങൾ നേരം ചോദിച്ചൊന്നും പറഞ്ഞ് മിണ്ടായിരിക്കരുത്. ചിലവൊന്നും വേണ്ട, അയക്കാരൻ തരണ്ട. പറ്റുന്നെങ്കിൽ കൈക്കാരൻ അനിയിച്ചറിഞ്ഞത് എന്തെങ്കിലുമൊക്കെ അയച്ചു 10-15 രൂപ പാവപ്പെട്ട് ഞാൻ എന്തെങ്കിലും അടുത്ത മുറി എന്ന് പറയുമ്പം കാണിച്ചു തരും. ഇതാണ്